നമസ്കാരം. ഒറ്റച്ചാട്ടത്തിന് ബി.ജെ.പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച പരിഹസിച്ചത്. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിൽ മറ്റത്തൂരിൽ കണ്ടതെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി ബി.ജെ.പി പാളയത്തിലെത്തി ഭരണം പിടിച്ചുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി മനഃപൂർവ്വമായി കളവ് പറയുകയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മറ്റത്തൂരിൽ നടന്നത് അവിശുദ്ധ കൂട്ടുകെട്ടല്ലെന്നും മറിച്ച് CPM-ന്റെ കുതിരക്കച്ചവടം തടയാനുള്ള ജനാധിപത്യപരമായ നീക്കമാണെന്നും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. മറ്റത്തൂരിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച ടെസ്സി പ്രസിഡന്റായി. ഭരണ തുടർച്ചയ്ക്കായി CPM നീക്കം നടത്തിയെങ്കിലും ഭൂരിപക്ഷമില്ലാത്തതിനാൽ അത് പരാജയപ്പെട്ടു. CPM ഭരണം ഇല്ലാതാക്കാൻ 8 കോൺഗ്രസ് അംഗങ്ങളും 4 BJP അംഗങ്ങളും ടെസ്സിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇവിടെ ആരും പാർട്ടി മാറുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഒരു പൊതുസമ്മതയായ സ്വതന്ത്രയെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തത്. 24 സീറ്റുകളുള്ള പഞ്ചായത്തിൽ കേവലം 10 സീറ്റുകൾ മാത്രമാണ് CPM-നുള്ളത്. എന്നിട്ടും ഭരണം പിടിക്കാൻ കോൺഗ്രസിന്റെ മുൻ വാർഡ് മെമ്പർ കൂടിയായ വിമതനെ വിലക്കെടുത്ത് ഭൂരിപക്ഷം ഒപ്പിക്കാനാണ് CPM ശ്രമിച്ചത്. CPM-ന്റെ ഈ അധാർമികമായ വിലക്കെടുക്കൽ നീക്കം തടയുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. തങ്ങൾക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര പ്രസിഡന്റ് ആകട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം പക്ഷത്താണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെങ്കിൽ അതിനെ അസാധാരണ രാഷ്ട്രീയ തന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നവർ പ്രതിപക്ഷം അത് ചെയ്യുമ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് വിളിക്കുന്നത് ഇരട്ടത്താപ്പാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ DCC അധ്യക്ഷൻ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറിയും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളും ആരോപിച്ചു. കോൺഗ്രസ് അംഗത്തെ വിലക്കെടുക്കാൻ CPM ഗൂഢതന്ത്രം പ്രയോഗിച്ചുവെന്നും CPM-നോടുള്ള വൈരാഗ്യം കൊണ്ടാണ് BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്നും DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ വ്യക്തമാക്കി. പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നില്ലെന്ന് TM ചന്ദ്രൻ പറഞ്ഞു. DCC ചിഹ്നത്തിൽ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളും BJPക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു. BJP പിന്തുണയിൽ മത്സരിച്ച ശേഷം കോൺഗ്രസ് നേതൃത്വം തങ്ങളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KR ഔസേപ്പ് എന്ന കോൺഗ്രസ് അംഗത്തെ CPM വിലക്കെടുക്കുകയായിരുന്നു. കൗൺസിൽ ഹാളിലെത്തും വരെ ഔസേപ്പ് നിലപാട് മാറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടെസ്സി കല്ലറക്കലിനെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. പ്രസിഡന്റ് ടെസ്സി കല്ലറക്കൽ, വൈസ് പ്രസിഡന്റ് നൂർജഹാൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് മെമ്പർ പ്രവീൺ കുമാർ, ലിൻഡോ പള്ളിപ്പറമ്പിൽ എന്നിവരുൾപ്പെടെ പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളും TM ചന്ദ്രനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ DCC-ക്കെതിരെ ഇവർ രൂക്ഷമായ വിമർശനങ്ങളും ഉന്നയിച്ചു. പാർട്ടി നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണമെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കണമെന്നും പുറത്താക്കപ്പെട്ട അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റത്തൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാതെ രാജിവെക്കില്ലെന്നും KR ഔസേപ്പിന് നൽകിയ രാജിക്കത്ത് മുന്നറിയിപ്പായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ BJP-യിൽ ചേർന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മറ്റത്തൂരിൽ നടന്നത് രാഷ്ട്രീയമായ തന്ത്രമാണെന്നും അവിടെ ഒരു കോൺഗ്രസുകാരൻ പോലും BJP-യിൽ പോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റത്തൂരിൽ സ്വതന്ത്രരായി വിജയിച്ച 2 കോൺഗ്രസ് വിമതരാണുള്ളത്. ഇതിൽ ഒരു വിമതനെ വശത്താക്കി പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനാണ് CPM ശ്രമിച്ചത്. ഭരണം പിടിക്കാൻ എന്ത് അധാർമികതയും കാണിക്കുന്ന CPM-ന്റെ തനി നിറമാണ് ഇവിടെ പുറത്തായത്. CPM-ന്റെ ഈ നീക്കം മുൻകൂട്ടി കണ്ട കോൺഗ്രസ് അംഗങ്ങൾ മറ്റൊരു വിമതനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെങ്കിലും അവരാരും BJP-യിൽ ചേർന്നിട്ടില്ല. കോൺഗ്രസുകാർ BJP-യിലേക്ക് പോകണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. BJP-യെ കേരളത്തിൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പിണറായി വിജയനാണ്. മോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും തയ്യാറായി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നും സതീശൻ പരിഹസിച്ചു. ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ CPM നടത്തിയ കുതിരക്കച്ചവടം പാളിയതിന്റെ നിരാശയാണ് മുഖ്യമന്ത്രി തീർക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. മറ്റത്തൂരിൽ നടന്നത് BJP ബാന്ധവമല്ലെന്നും CPM ഭരണ തുടർച്ച തടയാനുള്ള പ്രാദേശികമായ നീക്കമാണെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു.